ശ്രീ റോണി കെ ബേബി, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിന് പല ഘട്ടങ്ങളിൽ സാധ്യത പറഞ്ഞിരുന്നു. പ്രതിപക്ഷ നേതാവിന്റെ റാലിക്ക് ഇടയിൽ തന്നെ വരുമെന്ന് പറഞ്ഞിരുന്നു. റാലി കഴിഞ്ഞു, പ്രഖ്യാപനം കഴിഞ്ഞു, 24 മണിക്കൂർ കഴിഞ്ഞു, 72 മണിക്കൂറും കഴിഞ്ഞിരിക്കുന്നു. ഇനിയും വൈകുന്നത് എന്താണ്? ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നിട്ട് 3 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. നമ്മൾ 2021 ആ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഒന്ന് നമ്മൾ കാണണം. അന്ന് മാർച്ച് മാസം 5-ാം തീയതി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നു. മാർച്ച് 12-ാം തീയതി അതിന്റെ വിജ്ഞാപനം ഇറങ്ങുന്നു. 7 ദിവസം കഴിഞ്ഞിട്ട് പിന്നീട് ഏപ്രിൽ 6-ാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കുന്നു. കൃത്യമായി പ്രഖ്യാപനവും തെരഞ്ഞെടുപ്പും തമ്മിൽ കൃത്യമായി 1 മാസത്തെ സമയം ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ എന്താ സംഭവിച്ചത്? മാർച്ച് 15-ന് പ്രഖ്യാപനം വരുന്നു, 16-ാം തീയതി ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വരുന്നു. ഇപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്നത് പോലെ ഒരു നേതാവ് ഒന്ന് പോക്കറ്റിൽ നിന്നും ഒരു ലിസ്റ്റ് എടുത്ത് ഇതൊക്കെയാണ് സ്ഥാനാർത്ഥികൾ എന്ന് വായിച്ച് അവിടെ ഇരുന്നവരൊക്കെ കൈയടിച്ച് പാസ്സാക്കി പോകുന്ന ഒരു സമ്പ്രദായമല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെത്. കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടിയാണ്. ഇത് പല തലങ്ങളിൽ ചർച്ച ചെയ്ത് ആദ്യം KPCC തലത്തില്, പിന്നീട് സ്റ്റേറ്റിന്റെ ഇലക്ഷൻ കമ്മിറ്റി ഉണ്ട്, അവിടെ ചർച്ച ചെയ്ത്, സ്ക്രീനിങ് കമ്മിറ്റി ചർച്ച ചെയ്ത്, ഇപ്പോൾ ഇതാ പാർട്ടിയുടെ ഏറ്റവും പരമോന്നത ഇലക്ഷൻ ബോഡി ആയിട്ടുള്ള CEC കോൺഗ്രസ് ഇലക്ഷൻ കമ്മിറ്റി യോഗം ഡൽഹിയിൽ ചേർന്നുകൊണ്ടിരിക്കുക. കേരളത്തിന്റെ സ്ഥാനാർത്ഥി പട്ടിക ചർച്ച ചെയ്തതിനൊപ്പം ഇന്ന് ആസാം, തമിഴ്നാട്, പോണ്ടിച്ചേരി സംസ്ഥാനങ്ങളും ഇപ്പോൾ സ്ഥാനാർത്ഥി പട്ടിക ചർച്ച ചെയ്തിരിക്കുക. ശ്രീ റോണി കെ ബേബി, ഈ സംസ്ഥാനങ്ങളിലെല്ലാം ഒരുമിച്ചാണ് തെരഞ്ഞെടുപ്പ് എന്നത് നമുക്ക് അറിവുള്ള കാര്യമാണ്. നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ എന്താണ് എന്നത് ബോധ്യമില്ലാത്ത വ്യക്തിയല്ല പ്രതിപക്ഷ നേതാവ് എന്നത് നമുക്കറിയാം. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണല്ലോ പല ഘട്ടങ്ങളിലായി പുതിയുഗ യാത്രയ്ക്കിടയിൽ ഉണ്ടാകുമെന്നും യാത്ര സമാപിക്കുമ്പോഴുണ്ടാകുമെന്നും പിന്നീട് 24 മണിക്കൂറിനകം ഉണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ ഒന്നിലധികം തവണ പറഞ്ഞതാണ്. പിന്നീട് മാധ്യമങ്ങളോട് അദ്ദേഹം ദേഷ്യപ്പെടുന്നത് നമ്മൾ കണ്ടതാണ്. ഇതിപ്പോൾ 72 മണിക്കൂർ കഴിഞ്ഞിട്ടും അത് വരാത്തത് എന്താണെന്നല്ലേ ചോദിക്കുന്നത്. അല്ലാണ്ട് ഇങ്ങനെ ഒരു അവകാശവാദം ഉള്ളപ്പോഴാണ് ഈ ക്വസ്റ്റ്യൻ തന്നെ ഉയരുന്നത്. രേണു, എന്തുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോട് മാത്രം ഈ ചോദ്യം ചോദിക്കുന്നത്? നിങ്ങളാണ് അവകാശവാദം പറഞ്ഞത്, പ്രതിപക്ഷ നേതാവാണ് 24 മണിക്കൂർ എന്ന് പറഞ്ഞത്. ഞാൻ കൃത്യമായി പറയാം. ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ, ഈ മാർച്ച് 15-ാം തീയതി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ CEC കോൺഗ്രസ് ഇലക്ഷൻ കമ്മിറ്റി കൂടി ഏകദേശം 40ഓളം സ്ഥാനാർത്ഥികളെ, കോൺഗ്രസ് മത്സരിക്കുന്നതിൽ പകുതിയോളം സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചതാണ്. പ്രഖ്യാപനം വന്നതിന് ശേഷം പട്ടിക പുറത്തുവിട്ടാൽ മതി എന്ന വിവരം രേണു ഉൾപ്പെടെയുള്ള ഉത്തരവാദിത്തമുള്ള മാധ്യമ പ്രവർത്തകർക്കെല്ലാം അറിയാം. ന്യൂസ് 18 ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. CEC കൂടി മാർച്ച് 12-ാം തീയതി, മാർച്ച് 15-ന് പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് മാർച്ച് 12-ാം തീയതി ഞങ്ങളുടെ CEC കൂടി തീരുമാനിച്ച സ്ഥാനാർത്ഥികളുടെ പേര് വിവരം ന്യൂസ് 18, ന്യൂസ് 18 ഉൾപ്പെടെ ഇവിടെ പുറത്തുവിട്ടിട്ടുള്ളതാ. അപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിന്റെ ഒന്നും മാറിയിട്ടില്ല. ഇന്ന് വൈകിട്ട് ഇന്ന് രാത്രി ഒരു 8-9 മണിയാകുമ്പോഴത്തേക്കും ബാക്കിയുള്ള സ്ഥാനാർത്ഥി ലിസ്റ്റ് കൂടി പുറത്തു വരും. അതോടുകൂടി ഒരു ആശങ്കയും വേണ്ട. ഇപ്പോൾ എന്താ CPM ഇവിടെ സീറ്റുകൾ വെച്ചു മാറുന്ന കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുക. അബ്ദുൾ റഹ്മാൻ എന്ന് പറയുന്ന മന്ത്രിയെ വേറെ ഏതോ മണ്ഡലത്തിലേക്ക് മാറ്റുന്നു, CPI-യുമായിട്ട് സീറ്റ് വെച്ച് മാറുമ്പോൾ ചെയ്തതുള്ളൂ. BJP 140 മണ്ഡലങ്ങളിൽ വെറും 48 സീറ്റുകളിൽ മാത്രമേ BJPയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നിട്ടുള്ളൂ. അവിടെയാണ് കോൺഗ്രസ് ഇന്ന് രാത്രി അല്ലെങ്കിൽ ഇന്ന് അർദ്ധരാത്രിക്ക് മുമ്പേ ഞങ്ങളുടെ മുഴുവൻ സ്ഥാനാർത്ഥി ഇപ്പോൾ 4 മണിക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചതാണ്, 6 മണിക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചതാണ്, 7 മണിക്കും വന്നില്ല. ഇപ്പോൾ താങ്കൾ പറയുന്നത് അനുസരിച്ച് അർദ്ധരാത്രിക്ക് മുമ്പ് എപ്പോഴെങ്കിലും 2ാം ഘട്ടം വരാം എന്നതാണ്. നോക്കൂ ശ്രീ റോണി കെ ബേബി, ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോലും വളരെ കുറച്ച് സമയമേ ഉള്ളൂ എന്നൊരു സാഹചര്യമുണ്ട്. കോൺഗ്രസ് ആരൊക്കെ മത്സരിക്കണം വേണ്ട എന്ന കാര്യത്തിൽ കൃത്യമായ നിലപാട് നേരത്തെ തന്നെ പറഞ്ഞതാണ്. പല നേതാക്കളും MP-മാർ മത്സര രംഗത്തുണ്ടാകില്ല എന്ന് വ്യക്തമാക്കിയതാണ്. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം അനുസരിച്ച് കണ്ണൂരിൽ സുധാകരൻ തന്നെ മത്സരിക്കും എന്നതാണ് മനസ്സിലാകുന്നത്. അപ്പോൾ സുധാകരന്റെ പിടിവാശിക്ക് മുന്നിൽ കോൺഗ്രസ് എടുത്ത തീരുമാനം മാറ്റേണ്ടി വരുന്നൊരു സാഹചര്യമാണോ ഉള്ളത്? ഇവിടുത്തെ യഥാർത്ഥ വിഷയം എന്താ? AICC ഏതെങ്കിലും ഒരു തീരുമാനം എടുത്തതായി ഇവിടെ ഔദ്യോഗികമായി ഏതെങ്കിലും മാധ്യമപ്രവർത്തകരെ അറിയിച്ചിട്ടുണ്ടോ? MP-മാർ മത്സരിക്കണമെന്നോ അല്ലെ മത്സരിക്കേണ്ടെന്നോ? മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന അഭ്യൂഹങ്ങളല്ലേ MP-മാർ മത്സരിക്കേണ്ട. എത്രയോ നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്, നേതാക്കൾ പരസ്യമായി തന്നെ പറഞ്ഞ സാഹചര്യം ഉണ്ടായിട്ടുണ്ടല്ലോ, MP-മാർ മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടാകില്ല എന്ന്. പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവും, അത് അഖിലേന്ത്യാ തലത്തിലാണെങ്കിൽ അഖിലേന്ത്യാ ചുമതലയുള്ള അല്ലെങ്കിൽ ശ്രീ KC വേണുഗോപാലോ KPCC പ്രസിഡന്റോ പ്രതിപക്ഷ നേതാവോ അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിട്ടില്ല. ഞങ്ങളുടെ തീരുമാനം CEC ആണേ. കോൺഗ്രസ് ഇലക്ഷൻ കമ്മിറ്റി ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുക. ആ പട്ടിക പുറത്തു വരുമ്പോൾ വ്യക്തമാകും.
KPCC അധ്യക്ഷൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നതാണ് എനിക്കുള്ള ബോധ്യം. ഔദ്യോഗികമായിട്ട് ഒരു തീരുമാനം, ഞാൻ വളരെ കൃത്യമായി തന്നെ പറയാം, ഔദ്യോഗികമായി ഒരു തീരുമാനം അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വം അവരുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാവും. ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഞങ്ങളുടെ പാർട്ടി പൂർണ്ണമായും ജനാധിപത്യ ഉൾപ്പെടുന്ന ഒരു പ്രസ്ഥാനമാണ്. അതിന്റെ പല തലങ്ങളിലുള്ള കമ്മിറ്റികൾ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അതിന്റെ അന്തിമമായ തീരുമാനം എടുക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയാണ്, AICC ആണ്. അത് CEC, ഞാൻ പറഞ്ഞത് അതിന് ഏറ്റവും പരമോന്നതമായ ബോഡി എന്നത് CEC ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുക. അവരതിനകത്ത് ഉചിതമായ തീരുമാനം എടുക്കും. എന്താണ് ശ്രീ റോണി കെ ബേബി ഈ തീരുമാനം പുറത്തു വരുന്നതിൽ എന്താണ് വെല്ലുവിളി ഉയർത്തുന്ന ഘടകം? MP-മാരുടെ സമ്മർദ്ദമാണോ, അതോ അതിനും അപ്പുറം വല്ല കാരണങ്ങളുമുണ്ടോ? വളരെ കുറച്ച് ദിവസം മാത്രം പ്രചരണത്തിന് കിട്ടുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഇടത്ത് ഇവിടെ ഉയർന്നു വന്ന ഭരണവിരുദ്ധ വികാരം എന്നതുൾപ്പെടെയുള്ള നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ജനങ്ങളോട് പറയാൻ കിട്ടുന്ന തുച്ഛമായ ദിവസം പാഴാക്കി കളയുന്ന തരത്തിൽ ഈ സ്ഥാനാർത്ഥി നിർണയം നീണ്ടുപോകുന്നതിന്റെ കാരണം എന്താണ്? ഞാൻ അത് തന്നെയാണ് ഇവിടെ ചർച്ചയുടെ ആദ്യം രേണുവിനോട് ഞാൻ ചൂണ്ടിക്കാട്ടിയത്. 2021 മാർച്ച് 5-ാം തീയതി പ്രഖ്യാപനം വന്ന് 12-ാം തീയതിയാണ് നോട്ടിഫിക്കേഷൻ വരുന്നത്. ഇവിടെ ഞങ്ങൾ ആരോടൊക്കെ ഫൈറ്റ് ചെയ്യേണ്ടത്? നിങ്ങൾ BJP-യോട് ഫൈറ്റ് ചെയ്യണം, CPM-നോട് ഫൈറ്റ് ചെയ്യണം, ഇലക്ഷൻ കമ്മീഷനോട് ഫൈറ്റ് ചെയ്യണം. എങ്ങനെ കോൺഗ്രസിന് ചവിട്ടി നിൽക്കാൻ ഒരു സ്പേസ് പോലും തരാതിരിക്കാം എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ച തീയതികൾ എല്ലാവർക്കും ബാധകമായിട്ടുള്ള കാര്യമാണല്ലോ. അത് കോൺഗ്രസിന് മാത്രം ബാധകമല്ല, CPM-ന് ബാധകമാണ്, BJP-ക്ക് ബാധകമാണ്, എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ബാധകമാണ്. അവിടെ നിങ്ങൾക്ക് കിട്ടിയ അവസരത്തിൽ നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ പറ്റാതെ പോകുന്നു, അല്ലെങ്കിൽ വേഗത്തിൽ തീരുമാനമെടുക്കാൻ പറ്റാതെ പോകുന്നു എന്നതാണല്ലോ സാഹചര്യം. അത് നിങ്ങളുടെ ആഭ്യന്തര പ്രശ്നമാണ്. ഞാൻ പറഞ്ഞല്ലോ, എന്നാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നത്? ഈ ഞായറാഴ്ചയാണ് വന്നത്, സൺഡേ. ഇന്ന് വെനസ്ഡേ. ഓൺലി 3 days ആയിട്ടുള്ളൂ, 3 ദിവസം. ഇതുപോലെ കോൺഗ്രസ് പോലെയുള്ള ഒരു വലിയ ദേശീയ പാർട്ടി, ഞാൻ പറഞ്ഞല്ലോ, സത്യം അവരുടെ ബ്രാഞ്ച് കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി തൊട്ട് പോളിറ്റ് ബ്യൂറോ വരെ തീരുമാനിക്കുന്നത് കേരളത്തിനകത്ത് തന്നെയാ. 2 മണിക്കൂറിനകം ലോക്കൽ കമ്മിറ്റി തൊട്ട് പോളിറ്റ് ബ്യൂറോ വരെ തീരുമാനിക്കാം. അഖിലേന്ത്യാ സെക്രട്ടറി എന്നും കേരളത്തിൽ തന്നെയാ. പക്ഷെ കാര്യം അങ്ങനെയല്ല. ഇവിടെ KC വേണുഗോപാൽ ഉൾപ്പെടെ, ശ്രീ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ, മല്ലികാർജ്ജുന ഖാർഗെ ഉൾപ്പെടെ പാർലമെന്റിൽ പോകണം. രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ പോയി നരേന്ദ്രമോദിയുടെ ജനാധിപത്യ വിരുദ്ധ നിലപാടുകളോട് ഞങ്ങൾ പോരാടണം. അതിന് ശേഷം വന്നിട്ട് വേണം ഇവിടെ വന്ന് സ്ഥാനാർത്ഥി പട്ടിക ഉൾപ്പെടെ ചർച്ച ചെയ്ത്. ഞങ്ങൾ ദേശീയ പാർട്ടിയാണേ, കോൺഗ്രസ് ഇസ് എ നാഷണൽ പാർട്ടി. ഞങ്ങൾക്ക് അങ്ങനെ ഒരു പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് പല കാര്യങ്ങൾ ആലോചിച്ച്, പല വശങ്ങൾ ആലോചിച്ച്, പിന്നെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് പല മാനദണ്ഡങ്ങളില്ല. CPM-ൽ പിണറായി വിജയനോട് ചേർന്ന് നിൽക്കുന്നവർക്ക് ഒരു മാനദണ്ഡം, പിണറായി വിജയനോട് താല്പര്യമില്ലാത്തവർക്ക് മറ്റൊരു മാനദണ്ഡം. ഞങ്ങൾക്ക് അങ്ങനെയല്ല. ഞങ്ങൾക്ക് എല്ലാവരുടെയും താല്പര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട്, എല്ലാ അഭിപ്രായങ്ങളും സമന്വയിപ്പിച്ചുകൊണ്ട്, ഭിന്നബലറ്റ് മാത്രം നോക്കിക്കൊണ്ട്, ഞാനോട് കൃത്യമായി പറഞ്ഞു, MP-മാർ മത്സരിക്കണമോ വേണ്ടോ എന്നുള്ള തീരുമാനമൊക്കെ ഹൈക്കമാൻഡ് തീരുമാനിക്കും. ഭിന്നബലറ്റ് നോക്കി. ഇനി ഒരു പർട്ടിക്കുലർ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ സുധാകരൻ ഒരു വിന്നബിൾ കാൻഡിഡേറ്റ് ആണോ? അദ്ദേഹത്തിന്റെ അവകാശവാദം അതാണ്. ഈ ലിസ്റ്റിൽ സുധാകരൻ ഉണ്ടാകുമോ? സുധാകരനെ സംബന്ധിച്ച് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ നേതൃത്വത്തിനായിട്ടുണ്ടോ? സുധാകരൻ എന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ വർക്കിംഗ് കമ്മിറ്റി അംഗം കേരളത്തിലെ 140 അസംബ്ലി മണ്ഡലങ്ങളിലും 20 പാർലമെന്ററി മണ്ഡലങ്ങളിലും മത്സരിച്ച് ജയിക്കുവാൻ യോഗ്യതയുള്ള ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ്. ഞങ്ങൾ ഇപ്പോൾ സുധാകരൻ അനിവാര്യനാണ് ഒരു മണ്ഡലത്തിൽ ജയിക്കുവാൻ. ആ മണ്ഡലത്തിൽ ജയിക്കുവാൻ അദ്ദേഹം മാത്രമേ കഴിയൂ എന്ന് പറഞ്ഞാൽ പാർട്ടി അങ്ങനെ ഒരു തീരുമാനം എടുക്കും. തീർച്ചയായിട്ടും അതിന്റെ എല്ലാ വശങ്ങളും പരിശോധിച്ച് ഇനി സുധാകരൻ പിന്നെ മത്സരിക്കാത്ത സാഹചര്യം ഉണ്ടായാൽ ആ സീറ്റ് പിടിച്ചെടുക്കാൻ കഴിയുമോ? ഞങ്ങൾ ആ കാര്യം ആലോചിക്കും. അങ്ങനെ അതാണല്ലോ മണിക്കൂറുകൾ എടുത്തുകൊണ്ടാണ് ഇവിടെ 3 റൗണ്ട് ചർച്ച, ഈ പറഞ്ഞ സർവേകൾ നടന്നു. വിജയസാധ്യത നോക്കി കൃത്യമായി തന്നെയുള്ള ഡേറ്റ അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ കയ്യിലുണ്ട്. ആ ഡേറ്റ വെച്ചുകൊണ്ട് കൃത്യമായി ഭിന്നബലറ്റ് മാത്രം നോക്കിക്കൊണ്ട് ഞങ്ങൾ സ്ഥാനാർത്ഥി പട്ടിക ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന 55 സീറ്റുകൾ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചല്ലോ. ആർക്കെങ്കിലും ഒരു വിമർശനമുണ്ടോ? നൂലിൽ കെട്ടി ഇറക്കിയതാണെന്നോ അല്ലെങ്കിൽ അടിച്ചേൽപ്പിച്ചതാണെന്നോ? മാധ്യമങ്ങൾ ഉൾപ്പെടെ കോൺഗ്രസിനെ വിമർശിക്കാൻ നിൽക്കുന്ന മാധ്യമങ്ങളുണ്ടല്ലോ. അവർ പോലും പറയുന്നത് 1ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോൾ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി പട്ടികയാണ് ഇന്റർനാഷണൽ കോൺഗ്രസ് പ്രസിദ്ധീകരിച്ചത്. ഇനിയും അടുത്ത ഘട്ടം വരുമ്പോൾ നോക്കിയോ, അതിനേക്കാൾ മികച്ച സ്ഥാനാർത്ഥി പട്ടികയായിരിക്കും ഇന്ത്യൻ കോൺഗ്രസ് പുറത്തിറക്കാൻ പൊട്ടിക്കരയുന്ന നേതാക്കളെ ഉൾപ്പെടെ കണ്ടതാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് വരാം. മാത്രവുമല്ല, തർക്കങ്ങൾ പുറമേക്ക് കേൾക്കാത്ത ഇടങ്ങളിൽ വന്ന സ്ഥാനാർത്ഥി പട്ടികയാണ്. തർക്കമുള്ള ഒരിടത്തെ കാര്യം പോലും ചെറിയങ്കിഴോ മറ്റോ ഒഴിച്ചു നിർത്തിയാൽ അങ്ങനെ തർക്കത്തിലുള്ള ഒരു മണ്ഡലം പോലും ഉൾപ്പെടാത്തപ്പോഴാണ് അങ്ങനെ കുറെ വെല്ലുവിളികൾ ഒരു ഭാഗത്ത് നിൽക്കുന്നത്. ബാക്കി വരാനിരിക്കുന്നതേ ഉള്ളൂ. അത് വന്നു കഴിഞ്ഞാൽ അറിയാം എന്താകും സാഹചര്യം എന്ന്. ഞാൻ 2ാം ഘട്ടത്തിൽ താങ്കളിലേക്ക് എത്താം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.